വിളിക്കണ്ട, ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട്. ട്രാവൻകൂർ സ്റ്റുഡിയോസ് മാനേജർ ഒന്ന് കാണുമായിരുന്നല്ലോ. ആണോ? എന്തുവാ പേര്? പ്രഭാകരൻ. നല്ല പേരാണ്. ഞാനേ കങ്ങാടിശ്ശേരി ഔസേപ്പിന്റെ മകനാ, കൊച്ചൗസേപ്പനാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഈ ട്രാവൻകൂർ സ്റ്റുഡിയോസിൽ എൻ്റെ അപ്പച്ചൻ ഒരു പടം എടുത്തായിരുന്നു. ഇവിടെ വെച്ച ഇപ്പോൾ അത് രോഗശയ്യയിൽ കിടക്കും. വലിയ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു, കൊച്ചൗസേപ്പേ അങ്ങനെ എന്നെ വിളിക്കുന്നു, എനിക്ക് ആ പടം ഒന്ന് കാണാം. അപ്പച്ചൻ്റെ ആഗ്രഹമല്ലയോ, ഞങ്ങളൊക്കെ വളർത്തി വലുതാക്കിയ ആളല്ലയോ. അപ്പം ഞാൻ ഉടനെ നിങ്ങളുടെ ഈ സ്റ്റുഡിയോയുടെ മുതലാളിയെ വിളിച്ചായിരുന്നു. എന്നിട്ട് ഈ പിന്നെ പ്രിന്റ് ഒന്ന് തരണം, ഈ പെട്ടി ഒന്ന് ഫിലിം പെട്ടി ഒന്ന് തരണമെന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്ന് എടുത്തോളാം. എന്നാലും മുതലാളി എന്നോട് നേരിട്ട് പറയാതെ അത് ന്യായം. നല്ല ഉദ്യോഗസ്ഥനാണ് കേട്ടോ. ഞാൻ കളിപ്പിരികാരനാണെന്ന് വല്ല ധാരണയുണ്ടോ? പിന്നെന്തോ അതൊക്കെ വിശ്വാസമില്ലയോ പ്രഭാര? ആ മുതലാളി, ഞാനിവിടെ എത്തിയായിരുന്നു നിങ്ങളുടെ സ്റ്റുഡിയോയിൽ. ഇവിടെ വേണോതാളും എടുക്കാനാ കേട്ടോ പ്രഭാകരൻ, നിങ്ങൾ പറയാൻ തരത്തില്ലാന്ന്. കൊടുക്കാം സാർ. ഓ ശരി ശരി, കൊടുക്കാം സാർ. ശരി ശരി, ഞാൻ വിളിച്ചോളാം. വിശ്വാസമായി സാറേ. എൻ്റെ വീട് ഇവിടെ അടുത്ത താക്കോൽ അവിടെ ഇരിക്കുക. ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് പെട്ടെന്ന് വരാം. അതുവരെ സാർ ഇവിടെ ഒന്ന് നോക്കി കാണും. കാണാൻ വല്ലതും ഉണ്ടോ അവിടെ? ഉണ്ട്, പഴയ സ്റ്റുഡിയോ അല്ലേ, എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. പെട്ടെന്ന് വരാം. ഞാൻ എത്തി. ഫിലിം എടുക്കാൻ വന്നോ? അയ്യോ, ഫിലിം എടുക്കാൻ വന്നാണോ? എന്റെ താല്പര്യമല്ല, എന്റെ അപ്പച്ചന്റെ നിർബന്ധമാണ്. അതെ, വിവരമുള്ള കാരണന്മാരുണ്ടാവും ഇങ്ങനെയാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഈ സിനിമ എടുക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ കാരണന്മാർ സമ്മതിക്കില്ല. ഇവിടെ നേരെ തിരിച്ചാ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അപ്പച്ചൻ ഒരു നിർബന്ധം. പുള്ളിക്കാരന്റെ ആഗ്രഹമില്ലയോ, അത് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാ വന്നത്. മനസ്സിലായില്ല? സാർ, ഞാൻ ഡയറക്ടർ ബിൽഡൂസ്. സിനിമയുടെ ആളാണോ? ഡയറക്ടർ. അപ്പൊ സംവിധാനം ആരാ? സമയം ഞാൻ 2 മണിയും നിങ്ങളാണോ? അല്ല, ഈ 2 ഒന്നുമില്ല. ശരിയാ. നമ്മളാരാ? ഞാനാണ് ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം. പേരെന്നെ? കാതരൻ. നല്ല പേരാ കേട്ടോ, ഇതുവരെ കേട്ടിട്ടില്ല. കാതർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാതരൻ എന്നുള്ള നോവലൊക്കെ എഴുതിയിരുന്നു. ഞാനല്ലേ കൺട്രോൾ കളിച്ച 2 ഫോണൊക്കെ മനസ്സിലായില്ല. എന്തുവാ ജോലി? എന്തുവാ ഇതിന്റെ മൊത്തം പൈസയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഞാനത്. ആർട്ടിസ്റ്റിലൊക്കെ വിളിക്കണ്ടേ? കോഴിക്കോട്ടുകാരനാ. കോഴിക്കോട് ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് അവിടെ ബിസിനസ് ഉണ്ട്. ആണല്ലേ? നല്ല സ്ഥലമാണ്. പിന്നെ നല്ല സുന്ദര സ്ഥലം. അവിടെ തടി ബിസിനസ്സാ ഏറ്റവും മൂര്യാടായിരിക്കും. മൂര്യാട് തന്നെ. പിന്നെ നമ്മുടെ പ്ലൈവുഡും തിരക്കേടില്ല കേട്ടോ. പക്ഷെ പ്ലൈവുഡിന് പഴയ പോലെ സ്കോപ്പ്. അത് സ്കോപ്പില്ല. തൊഴിലാളി പ്രശ്നമല്ലയോ? മെയിനായിട്ട് തൊഴിലാളി പ്രശ്നം. കോഴിക്കോട് ഉണ്ടായിരുന്നു, എനിക്ക് മലപ്പുറത്തുണ്ടായിരുന്നു, പിന്നെ കൊല്ലത്ത് അണ്ടി കച്ചവടം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇതിപ്പോ സിനിമയിൽ വിടുന്ന് മാറ്റുവാ അല്ലേ? അത് അപ്പച്ചന്റെ ആഗ്രഹം. അപ്പച്ചൻ ഒരാള് കാരണം ഫിലിം എടുക്കാൻ വന്നേ, ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. നമുക്ക് താല്പര്യമില്ല. അതാ സിനിമയുടെ കഥയൊന്നും കേട്ടാലേ. എന്നാത്തിനാ? ഇനിയിപ്പോ കേട്ടിട്ടുമല്ലോ, കാര്യമുണ്ടോ? അത് ഓക്കെയാ, ഭയങ്കര ബുദ്ധിയാണോ? അത് ഓക്കെയാ. കസാലയും കൊണ്ട് എടുത്തരാ. ഇത് നമ്മുടെ പ്രൊഡക്ഷനിലെ സുഖം. ഞാൻ ഫിലിം എടുക്കാൻ വന്നാ. ഞങ്ങൾ ഒരിക്കലും മറക്കൂല. എല്ലാരും കൂടെ എന്നെ എടുത്തു വന്നു. നല്ല തമാശയാണല്ലോ. നിങ്ങൾ സിനിമാക്കാരോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുക. ലേഡീസ് ഒന്നും ഇല്ലല്ലോ. അതെ, ഈ നായകനും നായികയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ഒറിജിനലാണോ അതോ ഈ ക്യാമറ ട്രിക്കും ഇല്ലോ ആണോ? അയ്യോ, ഒറിജിനല്ല. ലൈവായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യില്ല ഇതൊക്കെ. ആണോ? പിന്നെ അയ്യോ, അത് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നു. കണക്കിന് ഞാൻ വല്ലോ അഭിനയിക്ക് വന്നേ ശോശാമ്മ എന്റെ കഴുത്ത് കണ്ടിക്കും.
പിന്നെ ഒറിജിനൽ സാറേ. ഓ അപ്പൊ ഇതൊക്കെ ഒരു അഭിനയമാ. അഭിനയിക്കും അവര്. അത് എത്ര അഭിനയമാണെങ്കിലും കുറച്ചൊക്കെ കാണും ഇല്ലയോ? കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. പക്ഷെ എന്നാലും ഈ ഇത്ര ആളെ മുന്നിൽ വെച്ചല്ലേ അപ്പൊ അത് ഇങ്ങനെ ഒരു ആളെ മുന്നിൽ വെച്ച ആളുണ്ട് കുഴപ്പമില്ല. അത് അത്രേ ഉള്ളൂ. ചില ചമ്മലൊക്കെ ഉണ്ടാവൂല ക്യാമറ എല്ലാം കൂടി സാർ ഊണ് കഴിച്ചിട്ടേ പോവും എന്റെ മീൻകറി. മീൻകറി കൊണ്ട് നടക്കുക. പിന്നെ തമാശയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ടൊരു തമാശ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ആവശ്യമില്ല തമാശ. എഴുതി ചേർത്ത് കേട്ടോ. ഞാൻ നോട്ട് ചെയ്തേക്കാം. എന്റെ മുത്തച്ഛന്റെ തമാശ. അപ്പച്ചന്റെ ഒരു തമാശ. അപ്പച്ചന്റെ പേര് ഔസേപ്പ് എന്നാ. എന്റെ പേര് കൊച്ചൗസേപ്പ്. അപ്പച്ചന്റെ പേര് എന്തുവാന്നറിയോ? ഇടിക്കുള എന്നാ നാട്ടിലെല്ലാരും. നല്ല പേരല്ലേ? അതൊക്കെ തമാശയാ. വലിയ പണക്കാരനായിരുന്നു. അപ്പൊ നാട്ടില് ഭയങ്കര ബഹുമാനമാണ്. ആ പുള്ളിയോട് എല്ലാവർക്കും വലിയ ബഹുമാനം. വലിയ കൃഷി പ്രമാണിയാ. എല്ലാവർക്കും വലിയ പിന്നെ ഇതാ ഒരു കാര്യസ്ഥനുണ്ട്. പേരെന്നാ ഊഹിക്കാവോ? രാമൻ നായർ. അല്ല കേശവൻകുട്ടി. ഏതാണ്ട് അടുത്ത് വരുന്നുണ്ട്. കുട്ടപ്പൻ കുറച്ചുകൂടെ അടുത്തെത്തി. ഞാൻ പറഞ്ഞ കുഞ്ഞിരാമൻ. ഇനി ഊഹിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. രാമനാഥ്. ഇതൊക്കെ ആയിട്ട് വളരെ അടുത്ത സാമ്യമുണ്ട്. നിങ്ങൾ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട് ആ പേരിനുമായിട്ട്. അല്ല ഏതാണ്ട് അടുത്തെത്തി. നിങ്ങൾക്ക് ഏതാണ്ട് അടുത്തെത്തി. ഇനി ആരും ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. ഹംസ. പറയട്ടെ, സാർ നിങ്ങൾ ഏതാണ്ട് അടുത്തെത്തിയതാ. പക്ഷെ വിട്ടു. രോഹിതാക്ഷൻ എന്ന് പറഞ്ഞ കാര്യസ്ഥനുണ്ട്. എടുക്കാനാ കേട്ടോ. അപ്പോ പിന്നെ ഇടിക്കുള്ള അധ്യയം എന്റെ മുത്തച്ഛനാ. പക്ഷെ ഞാൻ പോലും അധ്യയം എന്ന് പറയുമ്പോ പറഞ്ഞു പോകുന്നു. അത്രയ്ക്ക് ഒരു വലിയ ഫിഗറാ. പണ്ടത്തെ കാലത്തൊക്കെ പേടിക്കണം. പിന്നെ സാറെന്താ മോശമാണോ? ഓടാ അവിടുന്ന് ഒരു ആചാനുഭാഗം. നല്ല ഒത്ത താടി, നല്ല പൊക്കം, ദൂരെ ഈ ചക്രവർത്തിമാര് തോന്നി. ഒരു ദിവസം ഇടുക്കുള്ള അദ്ദേഹം ഈ കൃഷിയുടെ കാര്യത്തിനായിട്ട് പാടം വരെ പോവാം. അന്നത്തെ ഒരുപാട് പാടങ്ങളുണ്ടല്ലോ. ഈ പാടങ്ങളെ സന്ദർശനം പതിവാണ്. രോഹിതാക്ഷനെയും കാത്ത് മൂപ്പിടിങ്ങനെ നിൽക്കുക. രാവിലെ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞത് 7 മണിയായി, 8 മണിയായി, 9 മണിയായി, 10 മണിയായി. രോഹിതാക്ഷൻ പറഞ്ഞു. എന്നതാ കാര്യം ഊഹിച്ചേ? നിങ്ങളൊന്ന് ഊഹിച്ചേ എന്നതാ കാര്യം? നല്ല സിനിമയ്ക്കുള്ള സ്കോപ്പ്. ആന്നോ? നല്ല ത്രില്ല്. നിന്റെ ഭാഗം വല്ല എടുക്കുവാണെങ്കിൽ ഒരു 2 കുപ്പി കള്ളിനുള്ള കാശെങ്കിലും നീ തന്നേക്കണം കേട്ടോ. അപ്പോ അന്ന് മഴ അവിടെ നിറച്ച് പെയ്തിരുന്നു. ഈ വരുന്ന വഴിക്ക് ലോഹിതാക്ഷൻ മഴയത്ത് ഒരു ചെളിക്കുണ്ടിൽ അങ്ങ് വീഴും. മുണ്ട് അപ്പടി ചേരാൻ ചെളി. ഈ മുണ്ടും കൊടുത്തോണ്ട് ഇങ്ങനെ പാടത്തോട്ട് പോകുന്നുള്ള ലോഹിതാക്ഷന്റെ ദിവസം. ഒരു 10 മണിയായപ്പോ ഏറുള്ള മുണ്ട് കൊടുത്ത് ഇങ്ങനെ വന്നു കാണിച്ച് അധ്യയം ഇപ്പോഴധ്യയം പറയുന്നതില് വിഷമുണ്ട്. മുണ്ടപ്പടി ചേരാന്നേ. ഇത് കൊടുത്തോണ്ട് എങ്ങനെയാ വരുന്നേ? ലോഹിതാക്ഷൻ അവൻ ഇച്ചിരി എന്താ പറയാ, അവന്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള കുഴപ്പമുണ്ട്. അന്ന് കല്യാണമൊന്നും കഴിച്ചില്ല. വഴിവക്കത്തുള്ള പെമ്പിള്ളേരെ വല്ലതും കണ്ടാല് അവന് താണക്കിടയ്ക്കും. ഈ മുണ്ട് കൊടുത്ത് എങ്ങനെയാ വരുന്നത്? ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ അകത്ത് അലമാരി നിന്റെ ഒരു മുണ്ട് എടുത്തു കൊടുത്തു. വലിയ ആനന്ദ ഞാൻ അകത്ത് പോയി മുണ്ട് കൊടുത്തോണ്ട് പോയി. അല്ല ഇതിനേക്കാളും നല്ല കഥകളുള്ള മുണ്ട.